ഹലോ, ആ പാസ്റ്റർ അല്ലേ? അതെ. ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ച പാസ്റ്ററെ. ആരാ വിളിക്കുന്ന? എൻ്റെ പേര് തുളസി എന്നാ. തുളസി എവിടുന്ന് വിളിക്കുന്നത്? കൊല്ലത്തുനിന്നാ. കൊല്ലം. പറയൂ. ഞാനിപ്പോ പുതിയതായിട്ട് സഭയിൽ ചേർന്നതാണ്. എവിടെ? ഏത് സഭയില്? IPC. എവിടെ? കൊല്ലത്ത് ഏത് IPC? കൊല്ലം നമ്മള് ഇവിടെ ചിന്നക്കട. ചിന്നക്കട ഏത് IPC? നമ്മുടെ തങ്കശ്ശേരി ഇല്ലേ, ആ ഭാഗത്തുള്ള. തങ്കശ്ശേരിയിൽ ഏത് IPC? ഇപ്പൊ സ്വതന്ത്ര സഭയിലാണ് ഇപ്പോഴും, അതിന് മാറിയിട്ട്. ഇവിടെ ഏത് സഭയില്? IPC ചിന്നു ജോർജ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ. അല്ലല്ല, അത് വേറെ പാസ്റ്റർ, ലോക്കൽ പാസ്റ്റർ. ലോക്കൽ പാസ്റ്ററാ പുള്ളിക്കാരൻ. IPC അല്ല, അവര് സ്വന്തം സഭയായിട്ട് ഇപ്പൊ തുടങ്ങി. എന്താ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ബിനു എന്ന് പറയും. IPC അല്ല, അവര് സ്വന്തം സഭയായിട്ട് ഇപ്പൊ തുടങ്ങി. എന്താ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അതെ. അതായത് ഇപ്പൊ പുതിയ എല്ലാരും പറഞ്ഞത് യഹോവ പിശാചാണെന്ന് പറയും. പുതിയ നമ്മുടെ നിരീശ്വരവാദി പിള്ളേരോടൊപ്പം നമ്മുടെ സഭയിൽ ഒരുപാടുണ്ട്. നമ്മുടെ നിരീശ്വരവാദി പിള്ളേരോടൊപ്പം നമ്മുടെ സഭയിൽ ഒരുപാടുണ്ട്. രവിചന്ദ്രന്റെ ഗ്രൂപ്പിലുള്ള ഈ RCയിൽ 2-3 പയ്യന്മാർ പോയി. ഈ രവിചന്ദ്രൻ. അപ്പൊ അവരൊക്കെ ചോദിക്കുന്നത് യഹോവ പൈശാചിക ശക്തിയാണ്. അപ്പൊ ഇതൊക്കെ ഒരു ദൈവത്തിന്റെ ഗുണമുള്ള ദൈവമാണോ, ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു ദൈവമാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അവിടെ ഇപ്പൊ ഈ രവിചന്ദ്രന്റെ ഗ്രൂപ്പിലുള്ള ഈ RCയിൽ 2-3 പയ്യന്മാർ പോയി. ഈ രവിചന്ദ്രന്റെ. അപ്പൊ പിള്ളേരൊക്കെ ഒരു ബന്ധുവെ പയ്യൻ തന്നെ ചോദിച്ചത്. അപ്പൊ ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് പ്രശ്നം ചോദിച്ചാണ്. അല്ല, നിങ്ങള് ചർച്ചില് ഈ വിഷയം പഠിപ്പിക്കത്തില്ലേ? നിങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞ? ഇല്ല. അപ്പൊ ഞാൻ വേറെ പുള്ളിക്കാരൻ പറഞ്ഞ പാസ്റ്ററാണ് കുറച്ചുകൂടെ ഈ കേരളത്തിലെ ഡിഫൻഡർ ആയിട്ട് നല്ല ശക്തനായിട്ടുള്ള ഒരു പോരാളി. ഞാൻ നിരീശ്വരവാദികളുമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ അങ്ങനെ പോകാറില്ലല്ലോ. അങ്ങനല്ല, എന്റെ ചോദിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ പറയണ്ടത്? യഹോവ നല്ലൊരു ദൈവമാണോ? യഹോവ ഈ പറയുന്ന യുദ്ധം കാര്യങ്ങൾ അത് ഇതെന്നൊക്കെ പറയുന്നതൊക്കെ പഴയ നിയമം, ബൈബിളിലെ പഴയ നിയമം പുതിയ നിയമം ഉണ്ട്. ഈ പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ പഴയ നിയമം എന്തിന്റെ ബേസ് ചെയ്തെന്ന് വെച്ചാൽ യഹൂദിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമസഭ എന്ന് പറയുന്നത് യഹൂദൻ മാത്രമല്ല, യഹൂദരിൽ നിന്നും ജാതികളായിട്ടുള്ള ആളുകളിൽ നിന്നും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുള്ള കൂട്ടമാണ് പുതിയ നിയമസഭ എന്ന് പറയുന്നത്. ആ പുതിയ നിയമസഭ ലോകത്തോട്, ആളുകളോട്, മനുഷ്യരോട്, സമൂഹത്തോട് ഏത് നിലയിൽ എങ്ങനെ ഇടപെടണം, എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം കൃത്യമായിട്ടുള്ള പഠനം മത്തായി സുവിശേഷം മുതൽ യൂദായുടെ ലേഖനം വരെ, വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് മുമ്പ് വരെ കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ ബൈബിളിലുണ്ട്. അവിടെ ആളുകളോട് ഏത് നിലയിൽ ഇടപെടണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ക്ഷമിക്കണം, എങ്ങനെ സഹിക്കണം, ആരെ ഉപദ്രവിക്കരുത്, ആ രീതിയിലുള്ള എല്ലാ പഠനങ്ങളും സഭയ്ക്ക് നൽകപ്പെടുന്നത് അവിടെയാണ്. രാജ്യത്തിന്റെ അഡ്രസ്സ് ചെയ്തിട്ടാണ്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ബേസ് ചെയ്തിട്ടാണ്. രാജ്യമാകുമ്പോൾ രാജാവ് വേണം, ഭരണാധികാരി വേണം, യുദ്ധങ്ങൾ ഉണ്ടാവും. ആ യുദ്ധത്തിന്റെ നീതികൾ ഉണ്ടാവും, നിയമങ്ങൾ ഉണ്ടാവും. അതൊക്കെയാണ് പഴയ നിയമത്തിൽ ഇസ്രായേലിനെ മാത്രം ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും തരം തിരിച്ച് പഠിക്കുമ്പോഴാണ് അതിന്റെ കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ബൈബിൾ പഠിക്കുന്ന ഒരാൾക്കേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ നിരീശ്വരവാദി ബൈബിളിലെ ഒരു വാക്യം എടുത്തല്ലേ അവിടുന്ന് ഇവിടുന്ന് 2 വാക്യം എടുത്ത് വെച്ചിട്ട് ദൈവം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നവരോട് അവരങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. അപ്പൊ നമ്മൾ അവരോട് എന്തിനാ വഴക്കിടാനും ബാധിക്കാനും പോകുന്നത്? അല്ല, പഴയ നിയമത്തിൽ യഹോവയുടെ കൂടെ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. യഹോവയുടെ കൂടെ യേശുക്രിസ്തു ഉണ്ടായിരുന്നോ? എന്നാണ് അവര് ചോദിക്കുന്നത്. ഇപ്പൊ ഈജിപ്തിൽ പോയി കുട്ടികളെ കൊന്നു, രാജ്യം കൊള്ളയടിക്കാൻ പഠിപ്പിച്ചു, മൃഗബലി ചോദിച്ചു മേടിച്ചു, ദാവീദിന്റെ കൈക്കുഞ്ഞിനെ അടിച്ചു കൊന്നു. അപ്പൊ ആ സമയത്തൊക്കെ യേശുക്രിസ്തു യഹോവയുടെ കൂടെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു യഹോവയുടെ കൂടെ ഉണ്ടായിരുന്നോ? ക്വസ്റ്റ്യനാണ്. സഹോദരൻ എന്താ മനസ്സിലായിട്ടുള്ളത്? എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ പുതിയ വിശ്വാസിയാണല്ലോ. അപ്പം അത് ചർച്ചിൽ ചോദിച്ച് ആദ്യം പഠിക്കുക. പാസ്റ്റർ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. അല്ല, അത് പാസ്റ്റർ നിങ്ങളുടെ സഭാപാസ്റ്ററോട് ചോദിച്ചത് പഠിക്കാതെ.
നിങ്ങളിപ്പം പുതിയ വിശ്വാസം ഇങ്ങോട്ട് വന്ന ഉടനെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ബൈബിൾ പഠിക്കുക. പഠിച്ചു, ഞാൻ വായിച്ചായിരുന്നു, പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല. അത് നിങ്ങളുടെ സഭയിൽ പഠിപ്പിക്കാൻ പറയോ കൃത്യമായിട്ട്? അവര് പറഞ്ഞിട്ട് അവർക്ക് ഒരു ഒഴിഞ്ഞു മാറുക പാസ്റ്റർ, എന്ത് ചെയ്യട്ടെ? നിങ്ങളുടെ സഭാ പാസ്റ്ററോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു അതൊന്നും വേണ്ട കാര്യമില്ല, താങ്കളുടെ സഭാ പാസ്റ്റർ നമ്പർ അദ്ദേഹത്തിന് നാണക്കേടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പർ എനിക്കൊന്നായോ? അതൊക്കെ തരാം. അപ്പൊ ഞാൻ ചോദിച്ചത് ഇപ്പൊ കുട്ടികളെ കൊല്ലാൻ പറഞ്ഞതേ അല്ല, അതൊന്ന് തായോ. നിങ്ങളൊരു സഭയിലെ വിശ്വാസിയോ അല്ല, നിങ്ങളൊരു സഭയിലും പോകുന്ന ആളും അല്ല. നിങ്ങൾ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേര് പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോ തന്നെ സ്വന്തം പേര് പറയാൻ ഒരാൾക്ക് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സഭയിലെ വിശ്വാസിയോ അല്ല, നിങ്ങളൊരു സഭയിലും പോകുന്ന ആളും അല്ല. നിങ്ങൾ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേര് പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോ തന്നെ സ്വന്തം പേര് പറയാൻ ഒരാൾക്ക് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊരു കള്ളപ്പേര് പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ചു. നിങ്ങൾ IPC സഭയിൽ പോകുന്നു പറഞ്ഞു. IPC എവിടാന്ന് ചോദിച്ചപ്പം കൊല്ലത്തെന്ന് പറഞ്ഞു. കൊല്ലത്ത് എവിടാന്ന് ചോദിച്ചപ്പോ ചിന്നക്കട എന്ന് പറഞ്ഞു. ചിന്നക്കട പിന്നെ തങ്കശ്ശേരിയായി. തങ്കശ്ശേരിയിൽ താങ്കൾ അവിടെ വന്നിട്ടില്ലല്ലോ, താങ്കൾക്ക് അവിടെ അറിയാവോ? എനിക്കോ? ഞാൻ ജനിച്ചു വളർന്ന കൊല്ലം ജില്ലയിൽ ജനിച്ചു വളർന്ന എനിക്ക് കൊല്ലത്തെ ചർച്ചകളൊന്നും അറിയത്തില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? താങ്കൾ അവിടെ വന്നിട്ടില്ലല്ലോ, താങ്കൾക്ക് അവിടെ അറിയാവോ? എനിക്കോ? ഞാൻ ജനിച്ചു വളർന്ന കൊല്ലം ജില്ലയിൽ ജനിച്ചു വളർന്ന എനിക്ക് കൊല്ലത്തെ ചർച്ചകളൊന്നും അറിയത്തില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അപ്പൊ ഞാൻ ചോദിച്ചത് ഈ യഹോവ എന്ന ഇദ്ദേഹം. അല്ല, അപ്പൊ നിങ്ങൾ ആരാണ്? നിങ്ങളെ വിളിക്കുന്നതിന്റെ നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അതാദ്യം പറഞ്ഞു. അതാണ് ഞാൻ അതിനകത്ത് പോയ ആളാണ്, പെന്തിക്കോസ്ത് സഭയിൽ പോയോണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ നിരീശ്വരവാദിയായ ഒരാള് നിങ്ങളുടെ ആർഗ്യുമെന്റിന് ഉത്തരം പറയാനാണോ എന്നെ വിളിച്ചത്? അതെ, ഇത് അറിയട്ടെ. പിന്നെ നിങ്ങളെ ദൈവത്തിലോട്ട് വരാൻ വിശ്വാസം. നിങ്ങൾ നിരീശ്വരവാദിയാണ്, നിങ്ങൾ ബൈബിളിലെ ദൈവത്തെ കുറിച്ച് അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിക്കോളൂ. അല്ല, യേശുക്രിസ്തു യഹോവയുടെ കൂടെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? യേശുക്രിസ്തു യഹോവയുടെ കൂടെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് അറിയണമെങ്കിൽ താങ്കൾ ബൈബിൾ വായിച്ചോണ്ടാണ് ചോദിച്ചത്. വായിച്ചിട്ട് എന്താ മനസ്സിലായി? ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നാണ് പറയുന്നത്. അതിനകത്ത് ഉണ്ടായിരുന്നെന്ന് താങ്കൾക്ക് മനസ്സിലാക്കി താങ്കൾ അങ്ങനെ വിശ്വസിച്ചു. അപ്പൊ യേശുക്രിസ്തു യഹോവയുടെ കൂടെ ഉണ്ട്. അപ്പൊ ഈ കുട്ടികളെ കൊന്നത്, രാജ്യം കൊള്ളയടിച്ചതും പിടിച്ചു പറിച്ചതും സ്ത്രീകളെ കൂട്ടി കൊടുത്തതും എല്ലാം യേശുക്രിസ്തു കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്നാണോ താങ്കൾക്ക് മനസ്സിലായത്? അത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. താങ്കളുടെ തോന്നൽ അങ്ങനെയാണെങ്കിൽ താങ്കൾ ആ തോന്നൽ വിശ്വസിച്ചോളൂ. ഞാൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് അങ്ങനല്ല. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇത് ലോകത്തിന് മാതൃകയാക്കുന്ന എങ്ങനെ? താങ്കൾ മാതൃകയാക്കണ്ട. ഞാൻ താങ്കളെ ഫോൺ വിളിച്ചിട്ട് താങ്കൾ ബൈബിളിനെ വിശ്വസിക്കണം, യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞോ? താങ്കൾ വലിയ പണ്ഡിതൻ എന്നാണ് ഇവിടെ വേറൊരു പാസ്റ്റർ പറഞ്ഞത്. അത് എനിക്കറിയത്തില്ല. താങ്കൾ വലിയ പണ്ഡിതനാണ്, താങ്കൾ വലിയ ഈ അപ്പോളം ചെട്ടിയാണെന്നൊക്കെ പറഞ്ഞാല്. ഞാൻ അങ്ങനെ പണ്ഡിതനും വലിയ സംഭവമൊന്നുമല്ല. ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യൻ. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്, താങ്കളെ അഭിപ്രായം കൂടെ കേൾക്കാന്ന് വിചാരിച്ചു. എനിക്കിപ്പോ ഞാൻ ബൈബിൾ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി, എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ വിശ്വസിച്ചു. താങ്കൾ വായിച്ചപ്പോ താങ്കൾക്ക് പിശാചായിട്ടാണ് തോന്നിയതെങ്കിൽ താങ്കൾ വിശ്വസിക്കണ്ട. ഇത്രയല്ലേ ഉള്ളൂ, കഴിഞ്ഞില്ലേ? അല്ല, കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, രാജ്യം കൊള്ളയടിക്കുക, പിടിച്ചു പറിക്കുക. അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു നല്ല ദൈവത്തെ താങ്കൾ കണ്ടുപിടിക്കുക. ബുദ്ധനുണ്ട്, ബുദ്ധൻ. അദ്ദേഹത്തെ പിന്തുടരുക. അപ്പൊ ഇദ്ദേഹം ലോകത്തിന് മാതൃക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും. ഞങ്ങൾ അവിടെയൊക്കെ പാസ്റ്റർമാര് ഇവിടെ ആരാണ് ഇവിടെ വിശ്വസിച്ചേ പറ്റൂന്ന് പറഞ്ഞിട്ടുള്ള? റോട്ടിലും വീട്ടിലും എല്ലാം ട്രാക്ക് കൊണ്ട് കൊടുത്ത് നാട്ടുകാർ മൊത്തവും പറ്റിച്ച് കിടക്കുന്ന ഇങ്ങനെയുള്ളവന്മാര്. അത് പ്രസംഗിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൽ എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. പ്രസംഗിക്കുക, വേണ്ടുന്നവർ വിശ്വസിച്ചാൽ മതി. ഈ ആളുകളെ പറ്റിക്കുന്നത് നിർത്തിക്കൂടെ? അതിനെക്കാട്ട് ഇങ്ങനെ ഒരു മാതൃകയില്ലാത്ത ഒരു ദൈവത്തിന്റെ മാതൃകയുണ്ടെന്നും പറഞ്ഞ് കൊണ്ടു കിടക്കുന്ന തെറ്റല്ലേ? അതെ, താങ്കൾ കൊണ്ടു നടക്കണ്ട. നിങ്ങൾ കൊണ്ടു നടക്കണം. നിങ്ങളെ പാസ്റ്റർമാർ ഞങ്ങൾക്കൊരു മാതൃകയുണ്ട്, ഞങ്ങൾക്കൊരു മാതൃകയുണ്ടെന്ന് എല്ലായിടത്തും പറഞ്ഞിട്ട് ഇപ്പൊ നടക്കണ എന്താ? ഞാൻ കൊണ്ടു നടക്കുന്നതിന് താങ്കൾക്ക് ഇത്ര വിഷമം തോന്നാ? ഞങ്ങൾക്കൊരു മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ യഹോവയെ വെച്ചിട്ട് കാര്യമുണ്ടോ? വേണ്ട. ഞങ്ങൾ നിർബന്ധിച്ചിട്ടുണ്ടോ? എന്താണ് ഇത് പാസ്റ്റർ ഇതിങ്ങനെ? താങ്കളെ അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചാൽ അത് ഭരണഘടന പ്രകാരം ഒഫൻസ് ആണ്. താങ്കൾ തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കണം. നിയമപടി ആരെ കേസിന് പോണം? ഈ ചികിള് കേസിനൊക്കെ. പിന്നെ താങ്കളെ ആരും നിർബന്ധിക്കാറില്ല. അങ്ങനെ ഒരു മനുഷ്യനെയും ഞങ്ങൾ ആരും നിർബന്ധിക്കാറില്ല. പ്രസംഗിക്കാൻ ജനാധിപത്യ രാജ്യത്ത് പ്രസംഗിക്കണ്ടെന്ന് പറയാൻ താങ്കളല്ല ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അതിന് അവകാശമില്ല. ഞങ്ങൾ ഇനി താങ്കളല്ല രാജാവ് എന്ന് പറഞ്ഞാലും പ്രസംഗിക്കാൻ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ പ്രസംഗിക്കും. ഞങ്ങൾ ഇനി താങ്കളല്ല രാജാവ് എന്ന് പറഞ്ഞാലും പ്രസംഗിക്കാൻ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ പ്രസംഗിക്കും. ഞങ്ങൾക്ക് മാതൃകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതല്ല ഞങ്ങൾ പഠിച്ചത്. സുഹൃത്തെ, നിങ്ങൾക്ക് മലയാളം പറഞ്ഞ മനസ്സിലായി. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ദൈവത്തിനെ വെച്ചിട്ട് പറയാൻ ഞങ്ങൾക്കൊരു നല്ലൊരു മാതൃക ഉണ്ടെന്ന് പറഞ്ഞാല് മൃഗബലി ചോദിച്ചു പഠിക്കുക. നീ ആടിനെ കട്ട് ചെയ്ത് തരണമെന്ന് പറയും. ഞങ്ങൾക്ക് ബൈബിൾ കൃത്യമായി പഠിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായി മാതൃകയുണ്ട്. എന്താ മാതൃക? കേൾക്കൂ, താങ്കൾ അത് വായിച്ചപ്പോൾ താങ്കൾക്ക് തോന്നിയത്
ഇത് കൊന്നുകളയുന്ന ദുഷ്ടനായ പിശാചായ ഒരു ദൈവമായിട്ട് താങ്കൾക്ക് അതെ. തോന്നിയതെങ്കിൽ താങ്കൾ ഒരിക്കലും ഇതിൽ വിശ്വസിക്കണ്ടോ? കഴിഞ്ഞില്ലേ? ഇല്ല, ഇത് നിങ്ങൾ നാട് നേരെ മയക്ക് വെച്ച് ആളുകളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, സോഷ്യൽ മീഡിയ വഴി, അതുവഴി ഇതുവഴിയും. ആരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു? എത്ര ഇടത്ത് ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, നിയമമുണ്ട്, നിങ്ങൾ അതിന്റെ വഴി നോക്കണം. എന്റെ വീഡിയോകൾ അങ്ങനെ ഒരു പബ്ലിക് നോയിസൻസ് ഉണ്ടാക്കുന്നെങ്കിൽ ആ വീഡിയോ എടുത്ത് ഒരു പെൻഡ്രൈവിലാക്കിയിട്ട് നിങ്ങൾ സൈബർ സെല്ലിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കും, ഞാൻ നേരിട്ടോളാം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് പോണത്? ഇതിനകത്ത് ഇത്ര വൃത്തികേടുണ്ടെങ്കിൽ ഞാൻ എവിടെ പബ്ലിക്കിൽ എന്ത് പ്രസംഗിക്കണമെന്ന് താങ്കളാണോ തീരുമാനിക്കുന്നത്? ഇത്രയും വൃത്തികെട്ട ഒരു ദൈവത്തിനെ വെച്ചിട്ടാണോ താങ്കൾ കൊണ്ട് നടക്കുന്നത്? വൃത്തികേടില്ലാത്തൊരു ദൈവത്തെ തപ്പി പിടിച്ച് താങ്കൾ അതിന്റെ പുറകെ പൊക്കോന്നേ. മൃഗങ്ങളെ നിങ്ങൾ പറഞ്ഞ പോലെ ബുദ്ധനെ അനുഗമിച്ച് നിങ്ങൾ പൊക്കോളൂ. ഒരു നല്ലൊരു ദൈവത്തിന്റെ ഗുണം പോലും ഇല്ലാത്ത ഇദ്ദേഹത്തിനെയാണോ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ നേരം കളയാൻ വിളിച്ചാൽ നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിങ്ങൾ ഇതിൽ വിശ്വസിക്കണ്ടെന്നേ. അപ്പൊ ഈ യഹോവ യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടെന്ന് താങ്കൾ വിശ്വസിച്ചു കഴിഞ്ഞു? താങ്കൾ ബൈബിള് വായിച്ചു എന്നല്ലേ പറഞ്ഞത്? എന്താ തോന്നിയേ? അതപ്പോ എന്താ താങ്കൾ അത് നിഷേധിക്കുന്നുണ്ടോ? താങ്കൾക്ക് വായിച്ചിട്ട് എന്താ തോന്നി? എനിക്കും അത് യഹോവയുടെ യേശുക്രിസ്തു തന്നെയായിരുന്നു യഹോവ എന്നാണ് തോന്നുന്നത്. യേശുക്രിസ്തു യഹോവയുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് അവർ എന്ന് താങ്കൾക്ക് തോന്നി? എനിക്ക് അങ്ങനെയല്ല ബൈബിൾ വായിച്ചു. പിന്നെ എങ്ങനെയാ തോന്നിയേ? എനിക്ക് എന്റെ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എങ്ങനെയാ തോന്നിയേ? ഞാൻ സ്വീകരിച്ചത്. പിന്നെ എന്താ തോന്നിയേ? അത് താങ്കളോട് പറയാൻ എന്തിനാ? താങ്കളൊന്ന് പറഞ്ഞു എങ്ങനെയാണ് യേശുക്രിസ്തു യഹോവ അല്ലെന്നുള്ളത് കേക്കട്ടെ ഞാൻ. താങ്കൾ തൃത്വന്ന് വിശദീകരിച്ച് കേക്കട്ടെ. ഞാന് തുളസിയാണ്. തുളസി. താങ്കളുടെ ഡെസിഗ്നേഷൻ എന്താണ്? താങ്കൾ എന്നെ വിളിച്ച് ഫോണിൽ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് ഞാൻ താങ്കളോട് ഇരുന്ന് ഉത്തരം പറയാൻ വാട്ട് ഈസ് യുവർ ഡെസിഗ്നേഷൻ? താങ്കൾ ഒരു പബ്ലിക്കായിട്ട് സുവിശേഷം പറയുന്ന ആളായത് കൊണ്ടാണ് ഞാൻ വിളിച്ച് ചോദിച്ചത്. പബ്ലിക്കിൽ സുവിശേഷം പറയുന്നത് എന്റെ അവകാശമാണ്. അപ്പൊ അത് എന്റെ അവകാശമുണ്ട്, ചോദിക്കാനും അവകാശമുണ്ട്. എന്റെ അടുത്ത് ചോദിക്കാൻ താങ്കൾക്ക് എന്താണ്? അതെന്താ ചോദിച്ചൂടെ? ചോദിക്കാമല്ലോ. താങ്കൾ പബ്ലിക് റോട്ടിൽ പോയി ഇരുന്നിട്ട് മിനിസ്റ്ററി പറയുന്നതാണോ? എനിക്ക് പബ്ലിക്കായിട്ട് തിരിച്ച് മാന്യമായിട്ട് ചോദിക്കാം. സുഹൃത്തെ, ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അത് ശരിയാണെന്ന് തോന്നുന്ന ഒരാൾക്ക് അത് വിശ്വസിക്കാം, അല്ലാത്ത ഒരാൾക്ക് നിങ്ങളെ പോലെ തള്ളിക്കളയാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഞാൻ അത് വിശ്വസിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. അപ്പൊ താങ്കൾ അപ്പൊ അതിനെ എതിർത്തോണ്ടിരിക്കുക, ചൂടാവുകയാണ്. താങ്കളെ നിർബന്ധിച്ചോ? താങ്കളെ വീഡിയോ ഞാൻ കണ്ടു, പലതും കണ്ടു. താങ്കൾ ഭയങ്കര താങ്കൾക്ക് ഇഷ്ടമില്ല കാണരുത്. അതുകൊണ്ടാണ് ചോദിച്ചത്. താങ്കൾക്ക് ഇഷ്ടമില്ല കാണരുതെന്നേ. അതുകൊണ്ടാണ് താങ്കളുടെ ചോദിച്ചത്. യഹോവ യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു മാത്രം പറഞ്ഞാൽ മതി. അത് ആദ്യം അറിയണമെങ്കിൽ താങ്കൾ ബൈബിൾ വായിച്ച് പഠിക്കുക. എന്റെ സഹോദര, താങ്കൾ ആദ്യം ബൈബിൾ ഒന്ന് വായിക്കുക. അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് തോന്നിയത് ഉണ്ടെന്ന്, അതിനകത്ത് ഉണ്ടായിരുന്നു യേശുക്രിസ്തു. താങ്കളെ ഈ നിരീശ്വരവാദികളുടെ പരിപാടി ഉപദേശിമാരെ വിളിച്ച് ഫോൺ ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് അവരെ മുട്ടുകുത്തിച്ചു എന്ന് പറയുന്ന ഉടായ്പ. അതായത് ഞാൻ താങ്കൾക്ക് ധൈര്യം ഉണ്ടോ ഡിബേറ്റ് നടത്താൻ? എന്നെ വിളിച്ചതെങ്കിൽ ആ പരിപ്പ് മാറിപ്പോയി. നമുക്ക് ഡിബേറ്റ് നടത്താന്നേ. എന്തിന് എനിക്കതിന് ഡിബേറ്റ് നടത്തുന്ന? നിങ്ങളുടെ ദൈവം യഹോവയുടെ 2 ഗുണം പറഞ്ഞു തന്നെ ഞങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറാം. എന്തിനു മാറണം? സത്യദൈവത്തില് നിങ്ങളുടെ ഞാൻ പറഞ്ഞ മാറാം. ഞങ്ങളുടെ സത്യദൈവത്തിലോട്ട് മാറാന്നേ. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറയുന്ന ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് തിരിച്ചു ഞാനല്ലാതെ ഒരു ദൈവം നിനക്ക് പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഞാനല്ലാതൊരു ദൈവം നിനക്ക് പാടില്ല. ഞാൻ അസൂയുള്ള ദൈവമാണ്. ഉദ്ദേശിച്ച കാര്യം ഈ കോളേജ് നടക്കുന്നില്ല അല്ലേ? ഇല്ല, ഞാൻ ഡിബേറ്റ് ചെയ്യുന്ന ആളല്ല. ഡിബേറ്റ് നടത്താറുമില്ല. എന്റെ സംവാദം നിങ്ങൾ എവിടെ കണ്ടിട്ടുള്ളതെന്ന് എടുത്ത് നോക്കണം. അല്ല, എത്ര പേരെ മതം മാറ്റി താങ്കള്? ആളുകളാ സുവിശേഷത്തിൽ കൊണ്ടുവന്നു. ഞാൻ മതം മാറ്റിയത് ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഓഫീസേഴ്സ് എന്റെ അടുത്ത് വരട്ടെ, അവർക്ക് ഞാൻ മറുപടി പറയാം. അല്ല, എത്രത്തോളം സുവിശേഷം അറിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് വെച്ചതാ. ഞാൻ ഒരുപാട് പേരെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ ഗുണം കണ്ടിട്ടാണോ വന്നത് ഇതിനകത്ത്? യഹോവയുടെ ഗുണം വന്നവരോട് താങ്കൾ ചോദിച്ചാൽ അത് എന്ത് കണ്ടിട്ടാ പോയെന്ന്? വന്നവരോട് താങ്കൾ ചോദിച്ചാൽ അത് എന്ത് കണ്ടിട്ടാ പോയെന്ന്? നമ്മുടെ യഹോവയുടെ ഗുണം കണ്ടിട്ടാണോ വന്നത്? ആയിക്കോട്ടെ, ഞാൻ ഗുണം മനസ്സിലാക്കി തന്നെ വന്നേ. അപ്പൊ 2 ഗുണം ഉണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. താങ്കളോട് പറഞ്ഞ ഞാൻ താങ്കളോട് ഈ വിശ്വാസത്തിൽ വരണമെന്ന് പറഞ്ഞു വിളിച്ചോ? അല്ലെ, ഞാൻ കണ്ടു യൂട്യൂബ് വഴി സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. ആരോട്? താങ്കളോട്. യൂട്യൂബ് വഴി എല്ലാരും വിളിക്കാറുണ്ടല്ലോ. നിങ്ങളെല്ലാം സത്യ സുവിശേഷത്തിൽ വരണമെന്നും പറഞ്ഞ് സംസാരിക്കാറുണ്ടല്ലോ. വരാൻ താല്പര്യമുള്ളവർ വരണം. അപ്പൊ അത് കേട്ടിട്ടാ വിളിച്ചത്. എന്റെ അടുത്ത് ഒരാള് എനിക്ക് കർത്താവിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞു വന്നാൽ ഞാൻ അയാളോട് ആദ്യം പറയുന്നത് നിങ്ങൾ ആദ്യം ബൈബിൾ വായിച്ച് പഠിക്കുക. സത്യസുവിശേഷത്തിൽ വരണമെന്നും പറഞ്ഞ് താങ്കൾ വിളിച്ചോണ്ടാണ് പറഞ്ഞത്. സത്യസുവിശേഷത്തിൽ സത്യ ഏക ദൈവത്തിൽ വരണമെന്ന് താങ്കൾ പബ്ലിക്കായിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് താങ്കൾക്ക്. ഞാൻ ഇനിയും പറയും, നാളെ പറയും.
പറഞ്ഞോളൂ. പക്ഷെ അത് അതുകൊണ്ടാണ് വിളിച്ച് ചോദിച്ചത്, വരാൻ വേണ്ടിയാ ചോദിച്ചത്. വിളിച്ചു ചോദിക്കല്ല, നിങ്ങൾ അങ്ങനെ വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വരണ്ട്. ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ അവിടെ നിങ്ങളുടെ അടുത്ത് പോകാൻ പറ്റുന്ന ഒരു ചർച്ചിൽ പോവാ. അത് ഏത് പള്ളിയിലാ പോണ്ടത്? നിങ്ങൾക്ക് ഏത് ഡിനോമിനേഷനിലാ പോണ്ടത്? ബൈബിള് പഠിക്കുക. ഏത് ഡിനോമിനേഷനിലാ പോണ്ടത്? നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ അവിടെ ഏതോ ഒരു അതെ, ഡിനോമിനേഷൻ. പക്ഷെ അത് പറഞ്ഞാല് അതെന്ന് വെച്ചാൽ ബ്രാൻഡഡ് പെന്തക്കോസ് പള്ളിയിലാ പോകേണ്ടത്. ബ്രാൻഡ് പള്ളി നിങ്ങൾക്ക് അവിടെ ഏതോ അടുത്തുള്ളതെന്ന് നിങ്ങൾ നോക്കിയിട്ട് അവിടെ പോകും. ഏതിലാ പോകേണ്ടത്? എന്നാലും താങ്കളെ ഉപദേശം അനുസരിച്ച് നിങ്ങൾ പൊക്കോ, ബ്രാൻഡഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബ്രാൻഡ് അല്ലായിട്ട് തോന്നലെങ്കിൽ ഞാൻ ഇതിനകത്ത് പോട്ടെ. IPC പോണോ, ചർച്ച് ഓഫ് ഗോഡിൽ പോണോ, അസംബ്ലീസ് ഓഫ് ഗോഡിൽ പോണോ, ബ്രദറിന് പോണോ, യഹോവ സാക്ഷി? നിങ്ങൾക്ക് യാത്ര ചെയ്ത് പോകാൻ ദൂരത്ത് അടുത്ത് പറ്റുന്ന ഏതാന്ന് വെച്ചാൽ അവിടെ പോകും. യഹോവ സാക്ഷി പോട്ടെ. അതാ ഞാൻ പറഞ്ഞത്, അത് നിങ്ങളുടെ താല്പര്യം. എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ നിങ്ങൾ പോകേണ്ടത്. താങ്കൾ ഒരു പാസ്റ്ററായിട്ട് ചോദിച്ചതാ. നല്ല എനിക്കൊരു ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ ചർച്ചിൽ വന്നിട്ട് 4 ആഴ്ച ആരാധന കൂടിയിട്ട് നിങ്ങൾ എന്നോട് പാസ്റ്ററെ ഞാൻ ഇവിടെ ആരാധനയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച കേട്ടു, എനിക്ക് അതിലൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ വിശ്വാസിയായിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്കൊരു ചർച്ച ഇല്ല, ഞാനൊരു സഭയുടെ പാസ്റ്ററും അല്ല. പിന്നെ നിങ്ങൾ വിളിച്ചു ചോദിക്കും താങ്കൾ IPC എനിക്കെന്താ? താങ്കൾ എങ്ങനെയാ പാസ്റ്ററായപ്പോ? എവിടെ പഠിച്ച, ഏത് ബൈബിൾ കോളേജിൽ പഠിച്ച പാസ്റ്ററായി? അതെല്ലാം നിങ്ങൾ താങ്കൾ ഒരു പാസ്റ്റർ അല്ല, താങ്കൾ ഇതല്ലെന്നല്ല പറഞ്ഞത്. ഏത് ചർച്ചിലാ താങ്കൾ അപ്പൊ ഇത് സർവീസ് നടത്തുന്നേ? അവിടെ നിങ്ങൾ അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഡെസിഗ്നേഷൻ, നിങ്ങളുടെ ഐഡന്റിറ്റി എന്താ? നിങ്ങൾ ആരാ ചോദ്യം ചെയ്യാൻ? ഞാനൊരു പഠിക്കാൻ വേണ്ടി നടക്കുന്ന ആളാ. സുവിശേഷം പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് പോകാൻ പറ്റുന്ന ഒരു ചർച്ചിൽ നിങ്ങൾ പോകണം. താങ്കൾ വലിയ പണ്ഡിതനെന്നാ എല്ലാരും പറയുന്നത്, പാസ്റ്റർമാർ. ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഈ യഹോവ എന്ന ഒരു നല്ല ഗുണമുള്ള ദൈവം അല്ലെന്നാ താങ്കൾ പറഞ്ഞത്? അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ റെക്കോർഡ് വേണം, അതിനല്ലേ ഇത്രയും നേരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ. അപ്പൊ കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, രാജ്യം കൊള്ളയടിക്കുക, പിടിച്ചു എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായതെന്നാ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? തീമഴ പെയ്യിപ്പിക്കുക. അതെ, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? മലം വാരി എറിയുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും കൂടെ ഉണ്ടായിരുന്നാണ് താങ്കൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയതാണ്. അതല്ലേ ഞാൻ ചോദിച്ചത്. അപ്പൊ ഇദ്ദേഹത്തിനെ പോലുള്ള ഒരു ദൈവത്തിനാണ് നമ്മൾ ആരാധിക്കാൻ താങ്കൾ പറയുന്നത്? നിങ്ങൾ ആരാധിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ആരാധിക്കുന്ന ബൈബിളിലെ ദൈവത്തെ. നിങ്ങൾക്കത് ഇച്ചീച്ചിയായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ദൈവത്തെ തപ്പിപ്പിടിക്കൂ. അങ്ങനെ പറഞ്ഞാൽ അത് നല്ല പോയിന്റ്. അത് നല്ല പോയിന്റ്. നല്ല ദൈവം. എനിക്ക് 100% ബൈബിളിലെ ദൈവം നല്ലതാണെന്ന്. അതാരാ ദൈവം? നല്ല ദൈവം ആരാ? നല്ല ദൈവം ആരാ ബൈബിളിലെ നല്ല ദൈവം? ബൈബിളിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നില്ല. ആ ദൈവത്തിന്റെ പേരെന്താ? നല്ല ദൈവത്തിന്റെ നിങ്ങൾക്ക് തോന്നുന്നില്ല. കേൾക്കാനൊരു ആഗ്രഹം കൊണ്ടാ. ദുഷ്ടനും പിശാചും കൊള്ളക്കാരനും ആണെന്നൊക്കെയാണ് നിങ്ങൾ ഈ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ദൈവത്തിന്റെ പേരെന്താ? നിങ്ങൾ വിശ്വസിക്കുന്ന ആളല്ലല്ലോ. അല്ല, എന്നാലും കേൾക്കാനൊരു ആഗ്രഹം കൊണ്ട്. താങ്കൾ പറഞ്ഞ നല്ലൊരു മാതൃകയുണ്ട്, നല്ലൊരു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവം യേശുക്രിസ്തുവാണ്. അപ്പൊ യഹോവ ആരാ? അത് ഞാൻ പറഞ്ഞില്ലേ യഹോവ ആരാണെന്ന്. യഹോവ ആരാന്നാ ഞാൻ ചോദിച്ചത്. യഹോവ ആരാണെന്നും യേശുക്രിസ്തു ആരാണെന്നും എല്ലാം ബൈബിള് വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന 23 വർഷമായി. അല്ല, യഹോവയെ തള്ളിയപ്പോഴും മനസ്സിലായോ? എന്തോ യഹോവയെ തള്ളിയപ്പോഴും എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാനാണോ ഈ ബുദ്ധിമുട്ടുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. യഹോവ യേശുക്രിസ്തു എങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടിയാലും യഹോവ വേണ്ട. എപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എന്റെ വായിന്ന് ഞങ്ങളുടെ യഹോവ വേണ്ട. അപ്പൊ ഞങ്ങളുടെ യഹോവ വേണ്ട. നിങ്ങളുടെ യഹോവയോ? തുടക്കത്തിൽ പറഞ്ഞത് യഹോവ പിശാചാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ യഹോവ നല്ലവനായിരുന്നോ നിങ്ങൾ പറയുന്നത്? അതാണ് ചോദിച്ചത്. യഹോവ അപ്പൊ നിങ്ങൾക്ക് വേണ്ട? നല്ലൊരു ദൈവമല്ലേ? നല്ല ദൈവമാണെന്നാണോ നിങ്ങൾക്ക് തോന്നിയത്? അതെ, ഞങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ താങ്കളെ പറയുന്ന തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു ദൈവമായിരിക്കാൻ ചാൻസ് കൂടുതല. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എങ്ങനെ താങ്കളെ പറയുന്ന തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു ദൈവമായിരിക്കാൻ ചാൻസ് കൂടുതല. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണവും കൂടെ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. നല്ല ഗുണം. ഗുണം ബൈബിൾ വായിച്ചാൽ അതിലുണ്ട്. അപ്പൊ യഹോവ താങ്കൾക്ക് വേണ്ട, യേശുക്രിസ്തുവിനെ മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. താങ്കളല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ താങ്കളെ ദൈവമായിരുന്നു വെച്ചാൽ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്തിനാ? ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. അപ്പൊ യഹോവ വേണ്ടേ? യഹോവയിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതെന്തായി? ത്രിയേക ദൈവമായോ? ത്രിയേക ദൈവമായി. അപ്പൊ ഇതിലാരാ ശക്തിമാൻ? അതിലാരാ ശക്തിമാനെന്ന് ബൈബിൾ വായിച്ചിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
എന്തിനാണ് അപ്പൊ യേശുക്രിസ്തു ഏലി ഏലി ലമ്മ സബത്താനിയ എന്ന് വിളിച്ച് കരഞ്ഞെന്തിനാ? ആ എന്തിനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏലി ഏലി ലമ്മ സബത്താനിയ. ആ അത് എന്തിനാണ് യേശുക്രിസ്തു അങ്ങനെ വിളിച്ചതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ബൈബിൾ വായിച്ചപ്പോ. എന്നെ എന്തിന് കൈവിട്ടു? അങ്ങയുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ എന്തിനാ? അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ബൈബിൾ വായിച്ചപ്പോ. അതെന്താണ് ചോദിച്ചത്? എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ വായിക്കും മനസ്സിലാവും. അപ്പൊ യഹോവ യേശുക്രിസ്തു ഒന്നാണ്, പിന്നെ എന്തിനാണ് യഹോവ വിളിച്ച് കരഞ്ഞെങ്ങനെ? അത് നിങ്ങൾ ബൈബിൾ വായിച്ചാൽ മതി മനസ്സിലാവും. ഏലി ഏലി ലെമ സബത്താനിയ എന്ന് എന്തിനാ പറഞ്ഞപ്പം? അത് നിങ്ങൾ വായിച്ചാൽ മതി മനസ്സിലാവും. അപ്പൊ എനിക്കൊരു പാസ്റ്റർ അറിയാവുന്ന അറിയേണ്ട ഒരു ഡിബേറ്റിന് ഒരാളുടെ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? ഞാൻ ഡിബേറ്റിന് നടക്കുന്ന ആളല്ല സുഹൃത്തെ. അല്ല, അറിയാവുന്ന പ്രാചരന്മാരില്ലേ? അറിയാവുന്ന ആരെങ്കിലും പ്രാചരന്മാരുണ്ടോ? താങ്കൾ ഇപ്പൊ യൂട്യൂബിൽ നിന്ന് എന്റെ നമ്പർ എടുത്ത പോലെ യൂട്യൂബിലെ സംവാദക്കാരെ അടിച്ചു നോക്കിയാൽ അവരുടെ നമ്പർ കിട്ടും. എന്നാലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെയുള്ള ഗ്രൂപ്പുമായിട്ടും നിരീശ്വരവാദികളുമായിട്ടും ബന്ധമില്ല, സംവാദക്കാരുമായിട്ടും ബന്ധമില്ല. സത്യേക ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടി, യഹോവ എന്ന സത്യേക ദൈവത്തിനെന്ന് അറിയാൻ വേണ്ടി. താങ്കൾ ബൈബിൾ വായിച്ചാൽ അത് അറിയാൻ പറ്റും. അത് ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാകുന്നു, തിയോളജി ക്ലാസ്സിൽ പഠിച്ചാലും മനസ്സിലാവുന്നില്ലെങ്കിൽ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചർച്ചിൽ പോയാൽ മതി സുഹൃത്തെ. ഓക്കെ. അപ്പൊ എന്തായാലും പാസ്റ്റർ വന്നതിന് നന്ദിയുണ്ട്. യഹോവ എന്ന ആ ഗോത്ര ദൈവത്തിനെ പറ്റി പറഞ്ഞതിന് നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്.